എല്ലാ സുഹൃത്തുക്കൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് നമ്മളിന്നിവിടെ പരിശോധിക്കുന്നത്. അശ്വതി നക്ഷത്രം. ദാമ്പത്യ ജീവിതം സമാധാനപൂർണ്ണമാകും. കലാരംഗത്ത് പുതിയ കൂടിച്ചേരലുകൾ ഉണ്ടാകും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. സുഖാനുഭവങ്ങൾ വന്നുചേരും. ഇഷ്ടഭക്ഷണ ലബ്ധി ഉണ്ടാകും. മംഗളകർമ്മങ്ങൾക്ക് സാക്ഷിയാകും. ഉദ്യോഗത്തിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കലാരംഗത്ത് പുതിയ അവസരങ്ങൾ വന്നുചേരും. കലാമത്സരങ്ങളിൽ വിജയവും അംഗീകാരവും ലഭിക്കും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. സമ്മാനങ്ങളും മറ്റും ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. താൽക്കാലികമായ ജോലി സ്ഥിരമാകും. യാത്ര നിമിത്തം ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. അടുത്തത് മകയിര നക്ഷത്രമാണ്. മനസ്സിൽ ഉദ്ദേശിച്ച സംഗതികൾ നേടിയെടുക്കുവാൻ ഏത് മാർഗവും സ്വീകരിക്കും. കൃഷിയിൽ നിന്നും ധനലാഭം ഉണ്ടാകും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. യാത്ര മൂലം നേട്ടം ഉണ്ടാകും. തൊഴിൽ രംഗത്ത് നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കും. ദാമ്പത്യം സുഖപ്രദമായിരിക്കും. അടുത്തത് പുണർതം നക്ഷത്രമാണ്. ആരോഗ്യപരമായി കരുതൽ വേണം. നിയമപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വന്നേക്കാം. അടുത്തത് പൂയം നക്ഷത്രമാണ്. കലാകാരന്മാരെ അപകീർത്തിപ്പെടുത്തുവാൻ മറ്റുള്ളവർ ശ്രമിക്കും, സൂക്ഷിക്കുക. തൊഴിൽ സ്ഥാപനത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. ആത്മനിയന്ത്രണം പാലിക്കുന്നതിനാൽ ആപത്തുകളിൽ നിന്നും രക്ഷ നേടുവാൻ സാധിക്കും. ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന സംഗതികൾ സംജാതമാകും. അടുത്തത് മകം നക്ഷത്രമാണ്. തെറ്റിദ്ധാരണകൾ വന്നു ഭവിക്കാം. കടങ്ങൾ പ്രശ്നങ്ങൾക്ക് കാരണമാകും. സ്ത്രീകൾ മൂലം ചിലർക്ക് പ്രയാസങ്ങൾ വന്നേക്കാം. അടുത്തത് പൂരം നക്ഷത്രമാണ്. കാരണമില്ലാതെ മനസ്സ് വ്യാകുലപ്പെടും. അനാവശ്യമായ കോപം നിമിത്തം ബന്ധുക്കൾ ശത്രുക്കളാകും. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ഒന്ന് ബുദ്ധിമുട്ടി മാത്രം കാര്യങ്ങൾ ശരിയാകും. മുതിർന്നവരുടെ ഉപദേശം തേടി വേണം എന്തും ചെയ്യുവാൻ. അടുത്തത് അത്തം നക്ഷത്രമാണ്. സമാധാനവും സന്തോഷവും അനുഭവപ്പെടും. ഇൻ്റർവ്യൂകളിലും മറ്റും വിജയിക്കുവാൻ സാധിക്കും. നല്ല സമയമാണ്. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. പുതിയ അറിവുകൾ സമ്പാദിക്കും. സമൂഹത്തിലെ ഉന്നത സ്ഥാനീയരുടെ ആശീർവാദങ്ങൾ ലഭിക്കും. അടുത്തത് ചോതി നക്ഷത്രമാണ്. ദേവാലയ ദർശനം സാധ്യമാകും. ശത്രുക്കളുടെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തും. ധനപ്രാപ്തി ഉണ്ടാകും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. തൊഴിലിൽ മേന്മ ഉണ്ടാകും. പേരും പെരുമയും ഉണ്ടാകും. ഉല്ലാസകരമായ അനുഭവങ്ങൾ വന്നുചേരും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. വിവാഹ ആലോചനകൾ അന്തിമ തീരുമാനത്തിലെത്തും. അകന്നു കഴിഞ്ഞവർ അടുത്തു വരും. മനസ്സിൽ ഉദ്ദേശ സംഗതികൾ നേടിയെടുക്കുവാൻ സാധിക്കും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. ജനപ്രീതിയും അംഗീകാരവും ഉണ്ടാകും. കർമ്മമേഖലയിൽ നിലനിന്നിരുന്ന അനിശ്ചിതത്വം മാറും. വ്യാപാരികൾക്ക് നല്ല സമയമാണ്. അടുത്തത് മൂലം നക്ഷത്രമാണ്. കിട്ടാക്കടം പിരിഞ്ഞു കിട്ടും. തൊഴിലിൽ മേന്മയുണ്ടാകും. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകും. ഔഷധ സേവ നിർത്തുവാൻ സാധിക്കും. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. ധനനഷ്ടം ഉണ്ടാകും. ഏറ്റെടുത്ത പദ്ധതികൾ പൂർത്തിയാക്കുവാൻ പ്രയാസപ്പെടും. ആരോഗ്യകാര്യങ്ങളിൽ പല വിധത്തിലുള്ള വിഷമതകൾ അനുഭവത്തിൽ വന്നേക്കാം. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് വരുമാനം കിട്ടുകയില്ല. സ്ത്രീകൾക്ക് ജോലി കൂടുതലും അലച്ചിലും ഉണ്ടാകും. അനാവശ്യമായ പണച്ചെലവും സമയനഷ്ടവും അനുഭവത്തിൽ വരാം. അടുത്ത തിരുവോണ നക്ഷത്രമാണ്. കുടുംബ കലഹം ഉണ്ടാകും. ജാമ്യം നിൽക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാകും. ശത്രുക്കൾ വർദ്ധിക്കും. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. പ്രണയകാര്യങ്ങളിൽ ദുഃഖം അനുഭവത്തിൽ വരും. ആരോഗ്യപരിപാലനത്തിന് ധനം ചിലവാകും. തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കും. അടുത്തത് ചതയം നക്ഷത്രമാണ്. തൊഴിൽ സ്ഥാപനത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും. ശത്രുക്കൾ വർദ്ധിക്കും. ചതിക്കപ്പെടുവാനോ വഞ്ചിതരാകുവാനോ സാധ്യത കാണുന്നുണ്ട്. സംസാരവും പ്രവൃത്തികളും സൂക്ഷിക്കുക. അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. അധികാരപ്രാപ്തിയും മേലധികാരികളിൽ നിന്നും സഹായ സഹകരണങ്ങളും ഉണ്ടാകും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. അടുത്തത് ഉത്രട്ടാ നക്ഷത്രമാണ്. സുഹൃത്തുക്കളുമായി അകലാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശത്രുക്കളെ പരാജയപ്പെടുത്തുവാൻ സാധിക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. സാമ്പത്തിക സഹായം അനുവദിച്ചു കിട്ടും. നല്ല സമയമാണ്. നല്ല ദിവസമാണ്. വിദ്യാഗുണം ഉണ്ടാകും. പുതിയ അറിവുകൾ സമ്പാദിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.